മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y is equal to e raised to minus 2t given that y0 is equal to y dash 0 is equal to 1. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് എന്താണ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഈസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് 2t. ഇനി ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് വശത്തുള്ള ടേമിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പോൾ LOY ഡബിൾ ഡാഷ് പ്ലസ് 5 into LOY dash plus 6 into L of y equal to L of e raised to minus 2t. അപ്പോൾ ഈ രണ്ട് വശത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേമിനും ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കും. ഇനി നമുക്ക് ഇതിന് ഫോർമുല കൊടുക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് LOY ഡബിൾ ഡാഷ് എന്താണ്? ഡെറിവേറ്റീവിന്റെ ഫോർമുല അനുസരിച്ച് s സ്ക്വയർ y ബാർ മൈനസ് sy0 മൈനസ് y ഡാഷ് 0. ഇത് ഏതിന്റെ ഫോർമുലയാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം y ഡബിൾ ഡാഷ്. ഇനി 5 into ലാപ്ലേസ് ട്രാൻസ്ഫോം y ഡാഷ് എന്താണ്? s into y ബാർ മൈനസ് y0. ഇനി പ്ലസ് 6 into y ബാർ is equal to now e raised to minus 2t എന്താണ്? 1 by s plus 2. ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കണം. ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? s സ്ക്വയർ y ബാർ മൈനസ് y0 1 ആണ്, s into 1, y dash 0 1 ആണ്, പ്ലസ് 5 into sy ബാർ മൈനസ് y0 എത്രയാണ്? 1 ആണ്, പ്ലസ് 6y ബാർ is equal to 1 by s plus 2. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? s സ്ക്വയർ y ബാർ മൈനസ് s മൈനസ് 1 പ്ലസ് 5 into sy ബാർ മൈനസ് 5 plus 6y bar equal to 1 by s plus 2. ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യും. ഇത് നോക്കിയേ, s സ്ക്വയർ y bar 5sy bar 6y bar കൂടി ഒരുമിച്ച് എടുക്കുമ്പോൾ s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 into y bar. ഇനി ഇവിടെ മൈനസ് s മൈനസ് 1 മൈനസ് 5 കൂട്ടുമ്പോൾ മൈനസ് 6 is equal to 1 by s plus 2. That is s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 നമുക്ക് എങ്ങനെ എഴുതാം? s പ്ലസ് s സ്ക്വയർ പ്ലസ് 5s പ്ലസ് 6 നമുക്ക് എന്ത് എഴുതാം? s പ്ലസ് 3 into s പ്ലസ് 2 എഴുതാം അല്ലേ? s പ്ലസ് 3 into s പ്ലസ് 2, s പ്ലസ് 3 into s പ്ലസ് 2 into y bar is equal to റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 1 by s പ്ലസ് 2 പ്ലസ് s പ്ലസ് 6. ഈ മൈനസ് ഓഫ് s പ്ലസ് മൈനസ് s മൈനസ് s മൈനസ് 6 അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? s പ്ലസ് 6 കിട്ടും. അപ്പൊ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുത്ത് ഇതിന് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവസാനം കിട്ടിയ ആൻസർ എന്താണ്? അവസാനം കിട്ടിയ ആൻസർ s പ്ലസ് 3 into s പ്ലസ് 2 into y bar is equal to 1 by s plus 2 plus 1 by s plus 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? y bar is equal to 1 by s plus ഈ ഇത് കൂടി ചെയ്യുമ്പോൾ s plus 3 into അല്ലേ 1 by s plus 2 whole square എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ എന്ത് വരും? ഇവിടെ നമുക്ക് s plus 2 വരുമ്പോൾ s plus 2 whole square into s plus 3. ഈ s plus 3 into s plus 2 അപ്പുറത്തോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് s plus 3 whole square into s plus 3 s plus 2 whole square s plus 2 whole square into s plus 3 plus s plus 6 divided by s plus 6 divided by അടുത്ത ടേമിൽ എന്ത് വരും? s plus 3 into s plus 2 s plus 3 into അപ്പോൾ നമ്മുടെ y bar എന്നുള്ള ടേം കിട്ടി. y bar നമുക്ക് എന്താണ് കിട്ടിയത്? y bar is equal to 1 by s plus 2 whole square into s plus 3 plus s plus 6 divided by s plus 3 into s plus 2. ഇനി നമ്മൾ ഇത് രണ്ട് ടേമിനെയും പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. ആദ്യം ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം, രണ്ടാമത് ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് y ആണ് കിട്ടേണ്ടത്. y കിട്ടാൻ എന്ത് ചെയ്യണം? y bar എന്ന് പറഞ്ഞാൽ y bar എന്ന് പറയുന്നത് എന്താണ്? y bar is equal to L of y ആണ്. Therefore y is equal to എന്തായിരിക്കും? y bar is equal to ഇതാണെങ്കിൽ നമുക്ക് ഇതിനെയാണ് നമ്മൾ L of y എന്ന് പറയുന്നത്. L of y
is equal to 1 by s plus 2 whole square into s plus 3 plus s plus 6 divided by s plus 3 into s plus 2. ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ y കാണാൻ എന്ത് ചെയ്യണം? y is equal to L inverse 1 by s plus 2 into s plus 2 whole square into s plus 3 plus s plus 6 divided by s plus 3 into s plus 2. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കണ്ടിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് രണ്ടിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? y യുടെ വാല്യൂ കിട്ടും. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം, അതിനുശേഷം ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം, എന്നിട്ട് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻവേഴ്സ് എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റേജിലോട്ട് കടക്കാണ്. അടുത്ത സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ ഒന്നാമത്തെ കേസ് 1 by s plus 2 whole square into s plus 3. ഇതിനെയാണ് നമ്മൾ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നത്. 1 by s plus 2 whole square into s plus 3. അത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കി a by s plus 2 plus b by s plus 2 the whole square plus c by s plus 3. ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ s plus 2 whole square ഉണ്ട്. ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ടൈം a by s plus 2, രണ്ടാമത്തെ ടൈം b by s plus 2 whole square. അങ്ങനെ രണ്ട് ടൈം. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. s plus 2 whole square വന്നുകൊണ്ടാണ് a by s plus 2 plus b by s plus 2 whole square പ്ലസ് ഇവിടെ c ക്ക് s plus 3 മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് c by s plus 3 കിട്ടി. അല്ലാതെ a by s plus 2 whole square എഴുതാൻ പാടില്ല. s plus 2 whole square ഉണ്ടെങ്കിൽ a by s plus 2 plus b by s plus 2 whole square. ഇവിടെ s plus 2 whole cube ഉണ്ടായിരുന്നെങ്കിലോ a by s plus 2 plus b by s plus 2 whole square plus c by s plus 2 whole cube. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാം. എയും ബി സിയും കണ്ടുപിടിക്കാനായിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൊത്തം ഗുണിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ ഏതാണ്? s plus 2 whole square with s plus 3 ആണ്. അങ്ങനെ ഗുണിച്ചു കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതുകൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ തന്നെ s plus 2 into s plus 2 s plus 2 കട്ട് ചെയ്തു പോകും പ്ലസ് b into രണ്ടാമത്തെ s plus 2 whole square കട്ട് ആയി പോകും, അപ്പോൾ s plus 3 വരും. മൂന്നാമത്തെ s plus 3 കട്ട് ആയി പോകും, അപ്പോൾ s plus 2 whole square. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ആയി, റൈറ്റ് ഹാൻഡ് സൈഡിൽ s plus 2 പോയി കഴിയുമ്പോൾ s plus 2 into s plus 3 ആവും. ഇവിടെ s plus 2 whole square പോയി കഴിയുമ്പോൾ s plus 3 ആവും. ഇവിടെ s plus 3 പോയി കഴിയുമ്പോൾ s plus 2 whole square. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? എയും ബിയും സിയും കണ്ടുപിടിക്കാം. എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? പുട്ട് s is equal to -3 കൊടുക്കാം. s is equal to -3 കൊടുക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 വരും, റൈറ്റ് ഹാൻഡ് സൈഡില് ഇവിടെ a into -3 plus 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? -1. അപ്പൊ ഇവിടെ -3 കൊടുക്കുമ്പോൾ ഈ ടേം മൊത്തം 0 ആയി പോയി. ഈ ടേം 0 ആയി പോയി. ഈ ടേം എന്തായി പോയി? -3 പ്ലസ് -3 ഇത് 0 ആയി പോയി. അടുത്ത ടേം എന്താണ്? -3 plus 2 എന്ന് പറയുമ്പോൾ -1 വരും. -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ c വരും. therefore c യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? c is equal to 1. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് c is equal to നമുക്ക് എന്ത് കിട്ടി? c is equal to 1. ഇവിടെ കൊടുത്ത എന്താണ്? s is equal to -3 കൊടുത്തപ്പോൾ ഈ ടേം പോയി, ഈ ടേം പോയി, ഈ ടേം മാത്രം അവശേഷിച്ചു. -3 plus 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, സ്ക്വയർ ചെയ്യുമ്പോൾ +1 ആവും. c is equal to 1. ഇനി അടുത്ത നമുക്ക് s is equal to -2 കൊടുക്കാം. s is equal to -2 കൊടുത്തു. -2 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ഈ ടേം 0 ആയി പോകും, കാരണം -2 വരുമ്പോൾ ഈ ടേം -2 പ്ലസ് 3 പ്ലസ് b ആവും. ഈ ടേം 0 ആയി പോകും. അപ്പോൾ b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b യുടെ വാല്യൂ നമുക്ക്, അപ്പോൾ b യുടെ വാല്യൂ 1 കിട്ടി, c യുടെ വാല്യൂ 1 കിട്ടി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് -3 -2 കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ്സ് ഓഫ് s square on both sides. രണ്ട് വശത്തുള്ള s സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ a ഉണ്ട്, ഇതിലില്ല, പ്ലസ് c. അപ്പൊ നമുക്ക് a യുടെ വാല്യൂ എത്ര കിട്ടും? a is equal to അപ്പൊ നമുക്ക് a യുടെ വാല്യൂ കിട്ടി, b യുടെ വാല്യൂ കിട്ടി, c യുടെ വാല്യൂ. a യുടെ വാല്യൂ എന്താണ്? -1. b യുടെ വാല്യൂ എന്താണ്? 1. c യുടെ വാല്യൂ എന്താണ്? അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് കേട്ടോ.
നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ കിട്ടിയ ആൻസർ y is equal to L inverse 1 by s plus 2 whole square into s plus 3 ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ minus 1 by s plus 2 plus 1 by s plus 2 whole square plus 1 by s plus 3. ഇതാണ് നമുക്ക് ആദ്യം ആദ്യത്തെ കേസ്. പ്ലസ് ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ആദ്യത്തെ കേസ് ചെയ്തപ്പോ -1 by s plus എയുടെ സ്ഥാനത്ത് -1 by s plus 2 1 by s plus 2 whole square plus 1 by s plus 3. ഇനി ഇതുപോലെ രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് ചെയ്യാം. രണ്ടാമത്തെ പാർട്ട് എന്താണ്? s plus 6 divided by s plus 3 into s plus 2 എന്നാണ്. ഇത് നമുക്ക് a by s plus 3 plus b by s plus 2 കൊടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡിനോമിനേറ്റർ ഗുണിച്ചു കഴിയുമ്പോൾ s plus 6 is equal to a into s plus 2 plus b into s plus 3. ഇനി s ന് നമ്മൾ എന്ത് കൊടുക്കാം? s ന് -2 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ -2 plus 6 എന്ന് പറഞ്ഞാൽ 4 വരും. ഈ ടേം 0 ആയി പോകും. ഈ ടേം -2 plus 3 b വരും. b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? b is equal to 4. b യുടെ വാല്യൂ 4. ഇനി s ന് നമ്മൾ -3 കൊടുക്കുക. -3 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് -3 plus 2 minus a കിട്ടും. ഇവിടെ 0 ആയി പോകും. therefore a യുടെ വാല്യൂ എത്രയാണ്? a യുടെ വാല്യൂ a യുടെ വാല്യൂ b യുടെ. അപ്പോൾ a യുടെ വാല്യൂ നമുക്ക് എത്രയാണ്? a യുടെ വാല്യൂ -3 ആണ്. b യുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേബിളിൽ a ക്ക് പകരം -3 by s plus 3 plus 4 divided by s plus 2. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന y is equal to y യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. രണ്ട് ടേമിനെയും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ ആദ്യത്തെ ടേം എന്താണ്? -1 by s plus 2. രണ്ടാമത്തെ ടേം എന്താണ്? 1 by s plus 2 whole square. മൂന്നാമത്തെ ടേം എന്താണ്? 1 by s plus 3. അടുത്ത ടേം എന്താണ്? -3 by s plus 3. അടുത്ത ടേം എന്താണ്? 4 by s plus 2. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഇൻവേഴ്സ് എടുക്കാം. ഓരോന്നിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇൻവേഴ്സ് എടുക്കുന്ന പ്രോസസ് നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇൻവേഴ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ y is equal to ഇവിടെ -1 by s plus 2 എന്തായാലും -1 into e raised to -2t ആണ്. -1 by s plus 2 ന്റെ ആൻസർ എന്താണ്? L of e raised to -2t. L of e raised to -2t എന്താണ്? 1 by s plus 2. അപ്പോൾ L inverse 1 by s plus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to -2t. ഓക്കേ. ഇനി രണ്ടാമത്തെ 1 by s plus 2 whole square. 1 by s plus 2 whole square ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? L inverse 1 by s minus a whole raised to n is equal to എന്താണ് ഫോർമുല? അപ്പോൾ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പണി ചെയ്യാം. ഇവിടെ L of t raised to n എന്താണ്? L of t raised to n എന്ന് പറഞ്ഞാൽ n factorial by s raised to n plus 1 ആണ്. L of t raised to n എന്ന് പറഞ്ഞാൽ n factorial by s raised to n plus 1 ആണ്. ഇനി ഇവിടെ നമുക്ക് അപ്പോ ഇവിടെ n ന് പകരം നമ്മൾ n-1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? L of t raised to n-1 എന്ന് പറഞ്ഞാൽ n-1 factorial by s raised to n. അപ്പൊ L inverse 1 by s raised to n എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണേ? എന്ന് പറഞ്ഞാൽ 1 by n-1 factorial t raised to n-1. ഇനി L of e raised to at t raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താ കിട്ടുന്നത്? നമുക്ക് n factorial by s minus ഇവിടെ നമുക്ക് പ്ലസ് ആണ് വേണ്ടത്. e raised to -at വരുമ്പോൾ s plus a whole raised to n plus 1. അപ്പോൾ നമുക്ക് അതിൽ നിന്നും L inverse 1 by s plus a whole raised to n plus 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by n factorial t raised to n e raised to -at.
ഇവിടെ നമുക്ക് കിട്ടേണ്ട ഫോർമുല എന്താണ്? L ഇൻവേഴ്സ് 1 by s plus a whole raised to n ആണ്. അപ്പൊ n plus 1 n കൊടുക്കുമ്പോൾ 1 by n minus 1 factorial t raised to n minus 1 t raised to minus 8. ഇങ്ങനെ ഫോർമുല കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ L ഇൻവേഴ്സ് 1 by s plus a whole raised to n എന്ന് പറഞ്ഞാൽ 1 by n minus 1 factorial t raised to n minus 1 t raised to minus 8. ആ ഫോർമുല എങ്ങനെ കിട്ടുന്നത്? L of t raised to n ഫോർമുല നമുക്ക് അറിയാം. എന്താണ്? n factorial by s raised to n plus 1 എന്ന് അറിയാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ L of e raised to minus 8 t raised to n എന്തായിരിക്കും? s is replaced by s plus a. n factorial by s plus a whole raised to n plus 1. അപ്പൊ നമുക്ക് L inverse 1 by അപ്പൊ ഇത്ര എഴുതാൻ വേണ്ടി ഇവിടെ ആ ഫോർമുല കണ്ടുപിടിക്കാനായിട്ട് റഫ് ആയിട്ട് നമ്മൾ ചെയ്തു നോക്കണതാണ്. L of t raised to n സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. n factorial by s raised to n plus 1 ആണ്. By using first shifting property, L of e raised to minus 8 t raised to n എന്ന് പറഞ്ഞാൽ n factorial by s plus a whole raised to n plus 1 ആണ്. Therefore, L inverse 1 by s plus a whole raised to n plus 1 എന്ന് പറഞ്ഞാൽ 1 by n factorial t raised to n into e raised to minus 8 ആണ്. ഇനി ഇതിൽ നമ്മൾ n ന് പകരം n minus 1 കൊടുക്കുമ്പോൾ 1 by s plus a whole raised to n എന്ന് പറഞ്ഞാൽ 1 by n minus 1 factorial t raised to n minus 1 t raised to minus 8. അപ്പോൾ ആ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടേം എന്തായിരുന്നു? നമ്മുടെ രണ്ടാമത്തെ ടേം 1 by s plus 2 whole square ആയിരുന്നു. അപ്പൊ L inverse 1 by s plus a whole raised to n ഫോർമുലയാണ് 1 by s plus 2 whole square അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by n minus 1 factorial എന്ന് പറഞ്ഞാൽ 1 factorial 1 by 1 factorial t raised to n minus 1. ഇപ്പൊ t 2 minus 1 t വരും. പിന്നെ എന്താണ് വരുന്നത്? e raised to minus e raised to minus 2t. അപ്പൊ രണ്ടാമത്തെ ടൈം 1 by s plus 2 whole squareന്റെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 by 1 factorial 1 by n minus 1 factorial 1 by 1 factorial t raised to n minus 1 n എന്ന് പറയുന്നത് 2. അപ്പൊ 2 minus 1 t വരും. e raised to minus 8t. ഇപ്പോൾ a എന്ന് പറഞ്ഞാൽ 2 ആണ്. therefore e raised to minus 2t കിട്ടി. രണ്ടാമത്തെ ആദ്യത്തെ ടൈമിന്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ടൈമിന്റെ ആൻസർ കിട്ടി. മൂന്നാമത്തെ ടൈമിന്റെ 1 by s plus 3 യുടെ ആൻസർ എന്താണ്? e raised to minus 3t അത് കിട്ടി. പ്ലസ് അടുത്ത എന്താണ്? minus 3 by s plus 3 minus 3 by s plus 3 എന്താണ്? minus 3 into e raised to minus 3t. അടുത്ത എന്താണ്? 4 into e raised to minus 2t. that is equal to minus e raised to minus 2t plus t into e raised to minus 2t. ഇവിടെ e raised to minus 3t യും minus 3 e raised to minus 3t വരുമ്പോൾ വരും minus 2 into e raised to minus 3t plus 4 into e raised to minus 2t. ഇതാണ് നമുക്ക് y യുടെ ആൻസർ അവസാനം കിട്ടുന്നത്. The final answer of y is equal to എന്താണ്? minus e raised to minus 2t plus t into e raised to minus 2t minus 2 into e raised to minus 3t plus 4 into e raised to ഇവിടെ നമുക്ക് ഒന്നും കൂടി ചെയ്യാം അല്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ minus e raised to minus 2t ഉണ്ട്. ഇവിടെ 4 into e raised to minus 3t ഉണ്ട്. അത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കി എടുക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് ടേമോ ലാസ്റ്റ് ടേമോ ഇവിടെ minus e raised to minus 2t plus 4 into e raised to minus 2t ആണ്. അപ്പൊ 3 into e raised to minus 2t 3 into e raised to minus 2t. അപ്പൊ ഈ ടേമും പോയി. ബാക്കി എന്താണ്? plus t into e raised to minus 2t minus 2 into e raised to minus 3. ഇങ്ങനെ എഴുതാം. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ 3 into e raised to minus 2t plus t into e raised to minus 2t minus 2 into e raised to minus 3 എന്ന ആൻസർ അവസാനം. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച ടെക്നിക്ക് ഏതാണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ടെക്നിക് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ടെക്നിക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷന്റെ തന്നിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലേസ് എടുക്കുന്നു. അങ്ങനെ ലാപ്ലേസ് എടുത്തതിന് ശേഷം ലാപ്ലേസിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ഈ ബൗണ്ടറി കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ y ബാർ കിട്ടുന്നു. y ബാർ ഒരു വശത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളതിലേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. y ബാർ എന്ന് പറയുന്നത് എന്താണ്? L of y ആണ്. L of y നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എന്താണ്? L ഇൻവേഴ്സ് ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ നമുക്ക് രണ്ട് ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. അപ്പൊ ആദ്യം ഫസ്റ്റ് ടേമിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. അത് രണ്ടും കൂടി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫോർമുലാസ് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് L inverse 1 by s plus a whole raised to n എന്ന് പറഞ്ഞാൽ
1 by n minus factorial e raised to n minus 1 e raised to minus 80 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ ആ ഫോർമുലയുടെ കൊടുത്തു കഴിയുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 3 into e raised to minus 2t plus t into e raised to minus 2t minus 2 into e raised to minus 3t. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.